ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വൈകാരിക കേന്ദ്രമായ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ബി.ജെ.പിയെയും സംഘപരിവാറിനെയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി ഉയർത്തിക്കാട്ടിയ ഒരു പുണ്യഭൂമിയിൽ നിന്ന് തന്നെ ഇത്തരം ഒരു മഹാകൊള്ള പുറത്തു വന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്കും പ്രതിച്ഛായയ്ക്കും കനത്ത പ്രഹരമായി മാറിക്കഴിഞ്ഞു. വിവിധ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഈ സംഭവത്തെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാക്കി മാറ്റാനും സ്വയം പ്രതിരോധം തീർക്കാനും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ തങ്ങൾക്കുണ്ടായ വൻ തിരിച്ചടി ബി.ജെ.പി നേതൃത്വം ആഭ്യന്തരമായി സമ്മതിക്കുന്നുണ്ട്. വെറും പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം ജനങ്ങൾക്കിടയിലുണ്ടായ ഈ അമർഷത്തെയും അവിശ്വാസത്തെയും മറികടക്കാൻ കഴിയില്ലെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. പൊതുസമൂഹത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഈ സംഭവം വളരെ മോശം പ്രതിച്ഛായയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഈ തകർച്ച എത്രയും വേഗം തടഞ്ഞില്ലെങ്കിൽ അത് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഒരു മുതിർന്ന RSS ഭാരവാഹി കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വഴിപാട് പണം പ്രതികൾ സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപിച്ചെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുടെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും അടക്കം 30ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം മരവിപ്പിച്ചു കഴിഞ്ഞു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലെ പണം ഓഹരി വിപണിയിലും എത്തിച്ച് പല മടങ്ങാക്കി മാറ്റാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാന പ്രതികളായ അവിനാശ് ശുക്ല, അനുകൽപ് മിശ്ര എന്നിവരാണ് ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണം സ്റ്റോക്ക് മാർക്കറ്റിലെത്തിച്ച് വൻ ലാഭം കൊയ്യാൻ പദ്ധതിയിട്ടത്. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് അനുകൽപ് മിശ്ര ഈ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. മോഷ്ടിച്ച പണം ഇവർ ഉയർന്ന പലിശയ്ക്ക് ആളുകൾക്ക് കടം കൊടുക്കുകയും വലിയൊരു തുക തങ്ങളുടെ ബന്ധുക്കളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 30 ബാങ്ക് അക്കൗണ്ടുകൾ അടിയന്തരമായി മരവിപ്പിക്കാൻ അന്വേഷണ സംഘം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. പ്രതികളെ അവരുടെ വീടുകളിലും പണം നിക്ഷേപിച്ച് മറ്റ് സ്ഥലങ്ങളിലും നേരിട്ടെത്തിച്ച് പോലീസ് വൻ സുരക്ഷയിൽ തെളിവെടുപ്പ് നടത്തിവരികയാണ്. അതേസമയം രാജ്യത്തെ ഞെട്ടിച്ച ഈ അയോധ്യ ക്ഷേത്രക്കൊള്ളയിലെ അന്വേഷണം കേവലം താഴെത്തട്ടിലുള്ള ജീവനക്കാരിൽ മാത്രം ഒതുക്കി തീർക്കുമെന്ന പരോക്ഷ സൂചനകളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകുന്നത്. നിലവിൽ അറസ്റ്റിലായ 8 പ്രതികളിൽ അന്വേഷണം അവസാനിച്ചേക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ക്ഷേത്രത്തിൽ കാണിക്കപ്പണം എണ്ണാനായി മാത്രം നിയോഗിക്കപ്പെട്ട 150ഓളം ജീവനക്കാരിൽ 8 പേർ മാത്രമാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത്. പ്രതിപക്ഷം പറയുന്നത് കേട്ടാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രതികളാണെന്ന് തോന്നുമെന്നാണ് യോഗി ആദിത്യനാഥ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഉന്നത നേതൃനിരയിലേക്ക് അന്വേഷണം നീളിലെന്ന കൃത്യമായ സൂചനയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകുന്നത്. ഉന്നതരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ അയോധ്യയിലെ വിവാദങ്ങൾക്ക് പുറമെ ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സമാനമായ കൊള്ള നടന്നിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഹൈന്ദവ സംഘടനകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ബദ്രിനാഥിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സമിതി ചെയർമാന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രമോദ് നൊധ്യാലിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മുൻപ് ജോഷിമഠിലെ ക്ഷേത്രത്തിലും ജോലി നോക്കിയിരുന്ന ഇയാൾ അവിടെയും സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്ര സമിതി ചെയർമാൻ അടക്കമുള്ള ഉന്നതരും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന. ചുരുക്കത്തിൽ ഉത്തരേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന ഈ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ ബി.ജെ.പിയുടെ വിശ്വാസത്തെ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.